ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 11ാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. ഈശോ തന്റെ ശിഷ്യന്മാരോട് ചില ഉപദേശങ്ങൾ നൽകുകയാണ്. കാലാകാലങ്ങളായിട്ട് യഹൂദര് അനുഷ്ഠിച്ചു വന്നിരിക്കുന്ന, അല്ലെങ്കിൽ അവര് ശീലിച്ചു വന്നിരിക്കുന്ന ചില നിയമവ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ടുള്ള ചില പാഠങ്ങൾ ഈശോ പഠിപ്പിക്കുന്നത്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയാണ്: കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഇത് അനുവദനീയമാണ്. അത് സത്യത്തിൽ ഇതൊരു കാരുണ്യത്തിന്റെ അനുവാദമാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണത്. അതായത്, നിന്റെ ഒരു കണ്ണ് ഒരാൾ അടിച്ച് പൊട്ടിക്കുകയാണെങ്കിൽ, ഒരു പല്ലടിച്ച് താഴെ ഇട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചടിക്കാം. പക്ഷേ ഒരു കണ്ണെ പരിക്ക് പറ്റാവൂ. അല്ലെങ്കിൽ ഒരു പല്ല വീണിട്ടുണ്ടെങ്കിൽ ഒരു പല്ലേ വീഴാവുള്ളൂ, 2 പല്ല് വീഴാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അത് വേറൊരു ഒഫൻസായിട്ട് മാറി, വേറൊരു ക്രൈമായിട്ട് മാറി. അപ്പൊ ഇത് പാടില്ല. അപ്പം റെഗുലേറ്റ് ചെയ്യുക യഥാർത്ഥത്തിൽ. പണ്ടങ്ങനല്ല, ഒരു പല്ലടിച്ച് താഴെ ഇട്ടാൽ തിരിച്ച് 2-ഓ 3-ഓ പല്ലടിച്ച് താഴെ ഇട്ടാലേ പ്രതികാരം തീരത്തുള്ളൂ എന്ന് ചിന്തിച്ചിരുന്ന ഒരു ജനതയെ അവരുടെ പ്രതികാരത്തെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി, കുറച്ചുകൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ച അവരുടെ ഒരു നിയമമായിരുന്നു കണ്ണിന് പകരം കണ്ണ്, ഒരു കണ്ണിന് പകരം ഒരു കണ്ണ്, പല്ലിന് പകരം ഒരു പല്ല് എന്നൊരു നിയമം. പക്ഷെ ഈശോ പറയാ, അങ്ങനല്ല. അങ്ങനെ ഈ പ്രതികാരത്തെ റെഗുലേറ്റ് ചെയ്യാനുള്ള സംഭവമല്ല. പ്രതികാരമേ പാടില്ല. അടിച്ചാൽ, അതായത് നിന്റെ ഒരു കരണത്തടിക്കുമ്പോൾ മറുകരണം കൂടി കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ ഇത് പഠിപ്പിക്കുന്നത്. നിന്റെ മേലങ്കി എടുത്തുകൊണ്ട് പോകുന്നതിന് നിന്റെ ഉടുപ്പ് കൂടെ കൊടുക്കുക. നിന്നോട് കൂടെ 1 മൈൽ ദൂരം നിന്നോട് യാത്രയാവുമെന്ന് ചോദിക്കുന്നതിന്റെ കൂടെ 2 മൈൽ ദൂരം യാത്ര ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്തൊരു കരുണയുണ്ട്. ഈ സഹനത്തിനകത്ത് തന്നെ കരുണയുണ്ട്. ഈ സഹനത്തിനകത്തൊരു അർത്ഥമുണ്ട്. അതാണ് ഈശോ പഠിപ്പിച്ചു വരുന്നത്. ഈ അടിക്കുന്നതിന്റെ കാര്യം പറഞ്ഞിട്ട് തൊട്ടടുത്ത ഭാഗത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ളൊരു പ്രവൃത്തിയെ കുറിച്ചാണ് ഈശോ പറയുന്നത്. 2 ഇത് സഹനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. സഹനം പേർപ്പസ്ഫുൾ ആണോ എന്നുള്ളതാണ്. അതിനെന്തെങ്കിലും കാരണമുണ്ടോ? നമ്മൾ പലപ്പോഴും പറയും വെറുതെ സഹിക്കുക എന്നുള്ളത്. വെറുതെ സഹിക്കുക എന്ന് നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും മീനിങ്ഫുൾ ആണ് അർത്ഥത്തിൽ. വിക്ടർ ഫ്രാങ്ക്ലിന്റെ ലോഗോതെറാപ്പി ഒക്കെ പറയുന്ന പോലെ മീനിങ്ഫുൾ സഫറിങ്. നമ്മൾ സഹനത്തിൽ അർത്ഥം കാണാനായിട്ട് നമ്മളെ സഹായിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്റെ തന്നെ ബലം വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ സഹനം. ഞാൻ ഈ സഹനത്തിന്റെ ദിവസങ്ങളിലൂടെ, മണിക്കൂറുകളിലൂടെ കടന്നു പോകുമ്പോൾ അത് എന്നെ കുറെ കൂടി ബലപ്പെടുത്തുന്നുണ്ട്. ആ ഒരു തിരിച്ചറിവാണ്. മറ്റൊന്ന്, ഞാൻ ഈ സഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ബിഗർ കോസിന് വേണ്ടി, ഒരു വലിയൊരു കാരണത്തിന് വേണ്ടിയാണ്. ഒരു വലിയൊരു കാര്യം എൻ്റെ പിന്നിലുണ്ട്. അതിനുവേണ്ടി ഞാൻ ഈ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടുള്ളൊരു സ്നേഹ തീഷ്ണത എന്നെ ഇത് സഹിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. അത് ഒരു വ്യക്തിയോടാവാം, ഒരു നന്മയോടാവാം, ദൈവത്തോടാവാം. ഇത് ആ ഒരു സ്നേഹം ഇതിന്റെ കാരണമായിട്ട് മാറുന്നുണ്ട്. പിന്നെ ചില സമയത്ത് നമ്മൾ ചിന്തിക്കുകയാണ്, സഹനം തന്നെ ഒരു സഹാനുഭൂതിയാണ്. കമ്പാഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കമ്പതി എന്ന വാക്കുകൾ ടു സഫർ വിത്ത് എന്നാണ്. വേറൊരാൾക്ക് ആളുടെ വേദനയും സഹനവും കാണുമ്പം അയാൾക്കൊപ്പം സഹിക്കാൻ ഇറങ്ങുന്ന കരുണ, അതിനാണ് കമ്പാഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അവിടെ ആ സഹനത്തിനൊരു അർത്ഥമുണ്ട്. അതിനകത്തൊരു കരുണയുടെ അംശം കിടപ്പുണ്ട്. ഈ കോൾബേയുടെയൊക്കെ മരണത്തെ നമുക്ക് അങ്ങനെ വിളിക്കാം. കരുണയുടെ അംശമുള്ളൊരു സഹനം, രക്തസാക്ഷിത്വം. വീണ്ടും നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്, ഈ ദൈവത്തോടുള്ള വലിയ വിശ്വാസം, ഇതിന്റെയൊക്കെ പേരിൽ ഞാൻ സഹിക്കുന്നുണ്ട്. ദൈവം നൽകും, അല്ലെങ്കിൽ ആ ഒരു പ്രത്യാശയിൽ വിശ്വാസം നിലനിന്നുകൊണ്ട് സഹിക്കുന്നുണ്ട്. പക്ഷെ സ്പിരിച്വലാണ്. അപ്പൊ ഇങ്ങനെ സഹനത്തിന് പല കാരണങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ ഇത് ഒരു യാഥാർത്ഥ്യ ബോധമാണ്. സഹിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും ഇത്രയും ആഴത്തിലൊന്നും ചിന്തിക്കാനായിട്ടുള്ള കേൾപ്പുണ്ടാവണമെന്നില്ല. പക്ഷെ സഹനത്തിലേക്ക് ചെന്നെത്തുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് മനസ്സിൽ രജിസ്റ്റർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സഹനത്തിൽ പെടുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് സഹായിച്ചെന്നിരിക്കും. ഇതാണ് സഹനവുമായിട്ട് ബന്ധപ്പെട്ട ചില പാഠങ്ങൾ. ഇപ്പോൾ ഒരു കാരണത്തെ അടി കൊണ്ടു കഴിയുമ്പോൾ മറുകരണം കൂടി കാണിച്ചു കൊടുക്കുന്നതിന് പല കാരണങ്ങളും നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. നമ്മൾ അങ്ങനെ ആരും പറയാഞ്ഞിട്ട് തന്നെ നമ്മളിത് കാണിച്ചു കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. കുഞ്ഞു പിള്ളേർ, കൊച്ചു പിള്ളേരൊക്കെ ഇവിടെ മുഖത്തൊക്കെ അടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അവനെ അത് രസിക്കുന്നുണ്ടെന്ന് കാണുന്നതിപ്പം മറുകരണം കാണിച്ചു കൊടുക്കും. എന്നിട്ട് പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കും, അങ്ങനെ അടിക്കരുത് കേട്ടോ, അങ്ങനെ അടിക്കരുതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് അവൻ്റെ സ്നേഹം പിടിച്ചു പറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ മറുകരണം കൂടി കാണിച്ചു കൊടുക്കാന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പം നീ ഒരു അപ്പനായി മാറിയ, നിന്നെ അടിച്ചൊരാളെ തിരിച്ചു പിടിക്കാൻ വേണ്ടി
അയാളുടെ മീതെ സ്നേഹം പുലർത്തിക്കൊണ്ട് തിരിച്ചു പിടിക്കാൻ, അങ്ങനെ സ്നേഹം പുലർത്തുന്ന ഒരാളായിട്ട് നീ മാറുമ്പോൾ മറുകരണം കൂടി കാണിച്ചു കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. അങ്ങനെ നിനക്ക് അവനെ തിരിച്ചു പിടിക്കാൻ പറ്റും. മറ്റൊന്ന് നമുക്ക് കാണാൻ സാധിക്കുക, ഈ അറിവില്ലായ്മ. ഈശോ കുരിശിൽ കിടന്ന് പറഞ്ഞൊരു കാര്യം തന്നെ, അടിച്ചിട്ട് പോയി മറുകരണോട് കാണിച്ചു കൊടുക്കുന്നു. അവന്റെ അറിവില്ലായ്മയാണ്. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ മറുകരണം കൂടെ കാണിച്ചു കൊടുത്തതിന്റെ പേരിൽ അവന് ചില ബോധ്യങ്ങളിലേക്ക് അവൻ ചെന്നെത്തിയെന്നിരിക്കാം. പിന്നെ അറിവില്ലായ്മയിൽ നിന്ന് അവനെ അറിവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ഈ മറുകരണം കാണിച്ചു കൊടുപ്പുകൊണ്ട് ചിലപ്പോൾ സാധിച്ചെന്നിരിക്കും. ഈ മറുകരണം കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന കാര്യത്തിന് ഇങ്ങനെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും രസകരമായൊരു വസ്തുതയുണ്ട്. ഇത് പറഞ്ഞ് ഈശോയെ അടിച്ചപ്പോൾ ഈശോ എന്ത് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ ആ പോയിന്റിലേക്കാണ് വരുന്നത്. ഈശോ പറഞ്ഞത് നിന്നെ അടിക്കുമ്പോൾ മറുകരണം കൂടെ കാണിച്ചു കൊടുക്കുക. പക്ഷെ ഈശോ എന്താ ചെയ്തത്? നമ്മൾ വ്യക്തമായിട്ടും യോഹന്നാന്റെ സുവിശേഷത്തിലെ 18-ാം അധ്യായത്തിന് 22-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവനിത് പറഞ്ഞപ്പോൾ അടുത്തു നിന്ന സേവകന്മാരിൽ ഒരുവൻ, ഇങ്ങനെയാണോ പ്രധാന പുരോഹിതനോട് മറുപടി പറയുന്നത് എന്ന് ചോദിച്ച് യേശുവിനെ അടിച്ചു. 23-ാം വാക്യം, യേശു അവനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെളിയിക്കുക, ശരിയാണ് പറഞ്ഞതെങ്കിൽ എന്തിനു നീ എന്നെ അടിച്ചു? അതിന് പ്രതികാരം എന്നല്ല പറയുന്നത്, പ്രതികരണം എന്നാണ്. പ്രതികാരം പാടില്ലെന്ന് പഠിപ്പിക്കുന്ന ഈശോ പ്രതികരണം വേണമെന്ന് ആവശ്യപ്പെടുന്ന രംഗമാണ് നമ്മൾ ഈ സുവിശേഷഭാഗത്ത് വായിച്ചത്. വ്യക്തമായിട്ടും അത് ഈ ഈശോ ചോദിക്കുക, ഇങ്ങനെ അടികൊണ്ട് രക്തമൊലിച്ച് നിൽക്കുന്ന ഈശോയെ ചോദിക്കുന്നത്, ഇപ്പൊ ഈ നടന്ന ഈ സംഭവത്തില് നീ എന്നെ അടിച്ചെങ്കിൽ അടിച്ചതിന്റെ കാരണം നീ പറയുക. ഞാൻ ഈ പറഞ്ഞ കാര്യം തെറ്റാണെങ്കിൽ അത് തെളിയിക്കണം, തെറ്റല്ല എങ്കിൽ എന്തിനു നീ എന്നെ അടിച്ചു? ഇതാണ് ഈശോയുടെ ചോദ്യം. അപ്പൊ പ്രതികരണം വളരെ അത്യാവശ്യ ഒരു കാര്യമാണ്. ഈ സഹനം എന്ന് പറയുന്നൊരു കാര്യം ഇൻജസ്റ്റിസിന്റെ വിക്ടറിക്ക് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കാനുള്ളൊരു കാര്യമല്ല. സഫറിങ് ഈസ് നോട്ട് ഫോർ ദ വിക്ടറി ഓഫ് ഇൻജസ്റ്റിസ് എന്നുള്ളത്. അതായത് അനീതിയെ വിജയത്തിലെത്തിക്കാൻ വേണ്ടി ഞാൻ സഹിക്കേണ്ടതായിട്ടില്ല. അതാണ് ഈ പ്രതികരണം എന്നുള്ള അർത്ഥമാകുന്നത്. എന്തിനാ പ്രതികരിക്കുന്നുള്ളത്? ഈ പ്രാവിനെ പോലെ നിഷ്കളങ്കരും സർപ്പത്തെ പോലെ വിവേകികളായിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കൊരു കാര്യം അതിനകത്ത് നമ്മൾ അവിടെ ഇത് ഇങ്ങനെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. നിഷ്കളങ്കത ഉണ്ടായിരിക്കട്ടെ, പ്രാവ് തിരിഞ്ഞ് കൊത്താൻ പോകുന്നില്ല, അത് നിന്ന് കൊടുക്കത്തുള്ളൂ അതിനെ കൊല്ലാൻ പിടിക്കുമ്പോൾ. പക്ഷേ സർപ്പത്തിന്റെ ഒരു വിവേകം കൂടി വേണം. എന്തിനാ ഈ സഹിക്കുന്നത്? അതിനെ എതിരായിട്ടൊന്ന് ചീറ്റി നിൽക്കാനുള്ള ഒരു മനോഭാവമെങ്കിലും അതിനെ കൊണ്ടാവണം. അതിന് പ്രതികരിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകണം. സർപ്പങ്ങളെ പോലെ വിവേകികളൂടെ ആയിരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രതികരണ ശേഷി ഉണ്ടാവണം. ഈ ഒരു പ്രതികരണ ശേഷി കാലാകാലങ്ങള് തിരുസഭ നമ്മളോട് പല രീതിക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാം വത്തിക്കാൻ സുനോദസിലൂടെയും മറ്റ് സാമൂഹിക പ്രബോധനങ്ങളിലൂടെയൊക്കെ സഭ നമ്മളോട് ആവശ്യപ്പെടുന്നത് തന്നെയാണ്. സാമൂഹികപരമായിട്ടുള്ള അനീതി, ഒരു സമൂഹത്തിന് മീതെ ഒരു അനീതി പുലർത്തപ്പെടുമ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ ഉള്ളൊരു റെസ്പോണ്ടിങ് എബിലിറ്റി, ദാറ്റ് ഈസ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒന്ന് അയാൾക്കുണ്ടാവണം. ഈ ഉത്തരവാദിത്വം എന്നാണ് റെസ്പോൺസിബിലിറ്റി നോക്കുന്നർത്ഥം ഉത്തരവാദിത്വം എന്നാണ്. ഇപ്പൊ റെസ്പോണ്ടിങ് എബിലിറ്റി, പ്രതികരിക്കാനുള്ളൊരു ശേഷിയുണ്ടല്ലോ, ഒരു പ്രതികരണ ശേഷി. അത് തന്നെ അർത്ഥത്തിൽ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ആ പ്രതികരണ ശേഷിയാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്ന അർത്ഥത്തിൽ. റെസ്പോണ്ടിങ് എബിലിറ്റി ഈസ് റെസ്പോൺസിബിലിറ്റി. അപ്പൊ അതാണ് ഈശോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അതുണ്ടോ? ഈ ഉടുപ്പെടുത്തവന് മേലങ്കി എടുത്തവന് ഉടുപ്പ് കൂടി കൊടുക്കുക, ഒരു മൈൽ ദൂരം നടക്കാമെന്ന് ചോദിച്ചവന് കൂടെ 2 മൈൽ ദൂരം നടക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. നീ ചെയ്തോ? ഇതെല്ലാം ഒരു കമ്പാഷന്റെ പേരിൽ ഇതെല്ലാം നീ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു കരണത്തടിക്കും മറുകരണം കാണിച്ചു കൊടുക്കണം. കണ്ണിന് പകരം കണ്ണെടുക്കാൻ പോകുന്നൊരു പരിപാടിക്ക് നീ നിൽക്കരുത് എന്ന് ഈശോ പറയുക. അത് ഈ സുവിശേഷമൊക്കെ ഭംഗിയായി മനസ്സിലാക്കിയിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ ഒരു വാക്യമുണ്ട്, കണ്ണിന് പകരം കണ്ണെന്ന നിയമമായിരുന്നു പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ലോകം എന്നേ പൂർണ്ണമായി അന്ധമായി പോയേനെ. ലോകത്ത് പിന്നെ അന്ധന്മാർ മാത്രമേ ഉണ്ടാകുള്ളൂ. ഈ കണ്ണിന് പകരം കണ്ണ് എന്ന ചിന്തയിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് പ്രതികാരത്തിൽ ഒരാൾ അന്ധനായി തീരുന്നത്. പിന്നെ കണ്ണില്ല, രണ്ടുപേരും കണ്ണില്ല. ഈ ഒരു പ്രശ്നത്തിലേക്ക് ഇറങ്ങിയ ഗാന്ധി അത് പഠിപ്പിക്കുന്നത്. ഈ നോൺ വയലൻസ്, ഈ സത്യാഗ്രഹം എന്നൊക്കെ പറയപ്പെടുന്ന ആ മൂല്യങ്ങളൊക്കെ തന്നെ ഗാന്ധി ഉൾക്കൊണ്ടിരിക്കുന്ന സുവിശേഷത്തിൽ നിന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് അഷ്ടസൗഭാഗ്യങ്ങളിൽ നിന്നും പ്രത്യേകിച്ചും. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ നോൺ വയലന്റ് ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈശോ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നോൺ വയലന്റ് ആയിരിക്കുക, പക്ഷേ റെസ്പോൺസിബിൾ ആയിരിക്കുക, റെസ്പോൺസ് എബിലിറ്റി ഉണ്ടായിരിക്കുക. പ്രതികാരം പാടില്ല, ശാന്തമായിരിക്കാം, പക്ഷേ പ്രതികരണ ശേഷി ഉണ്ടാവണം. ഈശോ വ്യക്തമായിട്ടും സുവിശേഷം പറയുകയാണ്. ഈശോ അടി കൊണ്ടു കഴിയുമ്പോൾ ഈശോ ചോദിക്കുന്ന ചോദ്യം
വളരെ വ്യക്തമാണ്. യോഹന്നാൻ സുവിശേഷത്തിലെ 18-ാം അധ്യായത്തിലെ 23-ാം വാക്യം. ഈശോ പട്ടാളക്കാരനോട് ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് നീ തെളിയിക്കുക, ശരിയാണെങ്കിൽ നീ എന്തിനെന്നെ അടിച്ചു, അത് പറയുക. അപ്പോ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുന്ന നിരവധി അനീതികളുടെ ഇരയായി മാറിക്കൊണ്ട് സഹനത്തിൽ പെട്ടുപോയ മനുഷ്യരെ സഹതാപത്തോടുകൂടി കണ്ട് ആശ്വസിപ്പിക്കാൻ പോവുക എന്നതിനപ്പുറം അവന് പ്രതികരിക്കാനായിട്ട് ശേഷി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പ്രതികരിക്കാൻ ശേഷി നമുക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ അവസ്ഥയായി പോയില്ലേ. നമ്മൾ സഹിച്ചല്ലേ പറ്റൂ, സഹിക്കാം, നിശബ്ദമായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ആ അനീതിയെ വിജയത്തിലെത്തിക്കുക. അനീതിയെ വിജയത്തിലെത്തിക്കുന്ന സഹനത്തിന്റെ നിശബ്ദതയിലേക്കല്ല ഈശോ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈശോ നമ്മൾ വിളിക്കുന്നത് അനീതിയെ പരാജയപ്പെടുത്തുന്ന ശബ്ദം ഉള്ള സഹനത്തിനപ്പുറമുള്ള ഒരു നീക്കത്തിലേക്ക് ഈശോ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. സഹനം വേണം, വേണ്ടെന്നല്ല, പക്ഷെ ഈ സഹനത്തിന് അർത്ഥമുണ്ടോ എന്ന് ചോദിക്കുക ഈശോ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈശോ പറയുന്നത്, ഞാൻ ഭൂമിയിൽ തീയിടാനാണ് വന്നിരിക്കുന്നത്, ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വാളാണ്, ശത്രുതയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഒരു തിന്മ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ പേരിൽ നീ സഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നിരന്തരം നമുക്ക് ചില കുടുംബങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുവാദം തന്നിട്ടുള്ളത്. എന്തനുവാദം? ഭർത്താവ് ഭാര്യ ഉപേക്ഷിക്കാനുള്ള അനുവാദം. എന്താ ഈ ഹൃദയകാഠിന്യം ചോദിക്കുമ്പോൾ? സ്വാർത്ഥതയോടുകൂടി ജീവിക്കുകയും അല്ലെങ്കിൽ തനിക്ക് തോന്നിയ മട്ടില് വേറൊരു ജീവിത പങ്കാളിയെയും അല്ലെങ്കിൽ വേറൊരു വഴിവിട്ട ബന്ധമൊക്കെ പുലർത്തിക്കൊണ്ട് സ്വന്തം ജീവിത പങ്കാളിയോട്, കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് സ്വീകരിച്ച ജീവിത പങ്കാളിയോട് നിരന്തരം കലഹത്തിലും ദുഷ്ടതയിലും ദ്രോഹത്തിലും ഒക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ ആ ഭാര്യയെ വിളിച്ചിരുത്തിയിട്ട് ക്രിസ്തീയ സഹനത്തെ കുറിച്ച് ക്ലാസ് എടുത്തിട്ട് കാര്യമില്ലെന്നുള്ളതാണ്. അവളോട് പറയേണ്ട ഒരു കാര്യത്തിനേ ഉള്ളൂ, നിനക്ക് പ്രതികരണ ശേഷി ഉണ്ടാവണം. പ്രതികാരം വേണ്ട, വിട്ടുകളഞ്ഞേക്കാം, അയാളുടെ പുറകെ ദ്രോഹിക്കൊന്നും വേണ്ട. ഭാര്യ തിരിച്ചോ ഭർത്താവ് തിരിച്ചോ അങ്ങനെ ഏതാണെങ്കിലും അത് വേണ്ട, പക്ഷേ പ്രതികരണ ശേഷി ഉണ്ടാവണം. നീതി ആരുടെ പക്ഷത്താണെന്ന് നിനക്കറിയാവല്ലോ. ആ പക്ഷത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുക, ആ പക്ഷത്ത് ദൈവവും നിൽക്കും. പ്രതികരിക്കുക, പ്രതികാരം വേണ്ട. ഇങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിന്റെ പേരിലാണെന്നുള്ളതിനെ കുറിച്ച് അവലോകനം ചെയ്തിട്ട് ഒന്ന് പഠിച്ചിട്ട് ആ സഹനത്തിന്റെ ലക്ഷ്യം അനീതിയുടെ വിജയമാണെന്നുണ്ടെങ്കിൽ അത് ആ സഹനത്തിന് അർത്ഥമില്ല. അർത്ഥത്തില് അവിടെ നമ്മൾ പ്രതികരിക്കുക എന്നുള്ള ഈശോ പഠിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു പാഠമാണ്. പ്രതികാരം പാടില്ല, ഉറപ്പായിട്ടും പ്രതികാരം പാടില്ല. ഇതിന്റെ വാൾ നീ ഉറയിടുക, പക്ഷേ പ്രതികരിക്കണം, ചോദിക്കണം, എന്തിനു നീ എന്നെ അടിച്ചു എന്ന്. അത് ഈശോ കാണിച്ചു തന്നിട്ടുണ്ട്. ഈശോ എൻ്റെ ജീവിതത്തിൽ കാണിച്ചു തന്ന കാര്യമാണ്. അതിനൊരു രണ്ടും രണ്ട് സ്റ്റഡിയാണ്. ഒന്ന് ക്ലാസ് മുറിയിലെ ഒരു തിയറി ഈശോ പഠിപ്പിച്ച പോലെയാണെങ്കിൽ, രണ്ടാമത്തെ പാഠം ഈ പ്രതികാരം പാടില്ല എന്നുള്ള പാഠം ഒരു തിയറി ഈശോ ക്ലാസ് മുറിയിൽ പഠിപ്പിച്ചാണെങ്കിൽ, ഈ പ്രതികരിക്കണമെന്നുള്ളത് ഈശോ പഠിപ്പിക്കുന്ന വളരെ വ്യക്തമായ ഒരു പ്രാക്ടിക്കൽ മെത്തേഡാണ്. നമുക്ക് ഇത് ഉൾക്കൊള്ളാം, ഈ ഒരു മനോഭാവം ഉൾക്കൊള്ളാം. പ്രതികരണ ശേഷി ഇല്ലാതെ ജീവിക്കുക എന്നാൽ നമ്മൾ അനീതിക്ക് പക്ഷം ചേർന്നു എന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അനീതിക്ക് പക്ഷം ചേർന്നു തന്നെയാണ്. സംടൈംസ് സൈലൻസ് ഇസ് എ ക്രൈം എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ്. ചില നേരങ്ങളിലെങ്കിലും നിശബ്ദത ഒരു കുറ്റകൃത്യമാണ്. അപ്പോൾ വെറുതെ സഹിക്കുക എന്നുള്ളതല്ല, സഹനത്തിന്റെ അർത്ഥങ്ങളെ കുറിച്ച് കൃത്യമായൊരു ബോധ്യം ഉണ്ടായിരിക്കണമെന്ന് ഈശോ നമ്മളെ ഓർപ്പിക്കുന്ന സുവിശേഷം കൂടിയായിട്ട് നമുക്ക് ഇതിനെടുക്കാം. പ്രതികാരം പാടില്ല, പ്രതികരണ ശേഷി ഉണ്ടാകാൻ വേണ്ടിയുള്ള കൃപയ്ക്ക് പ്രാർത്ഥിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ.